പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ കാലാവസ്ഥ ഉച്ചകോടി സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യന്നേടം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറയുന്നത് കേൾക്കുക, അത് പഠിക്കുക, അത് പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രീതി. ഇപ്പൊ കുറച്ചൊക്കെ മാറി. വിദ്യാഭ്യാസ കുട്ടികൾക്ക് സ്വന്തം ചിന്തിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പോരാ. കുട്ടികൾ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കണം. അവർ ചിന്തിക്കാൻ കഴിയുന്നവരാണ്. ഞങ്ങളെക്കാൾ മുതിർന്നവരെക്കാൾ നൂതനമായ ആശയങ്ങളുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ. കാലാവസ്ഥാ ഉച്ചകോടിയിൽ, ലോക കാലാവസ്ഥാ ഉച്ചകോടികളിലൊക്കെ ഉയർന്നു വന്ന ആശയം ആഗോള താപനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണം എന്നാണ്. വാഹനങ്ങൾ, യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ ഭൂമിയുടെ ചൂട് കൂടുന്നു. ഭൂമിയുടെ ചൂട് കൂടുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുമ്പോൾ കൃഷിയും ജന്തുജാലങ്ങളുടെ ജീവിതവും താളം തെറ്റുന്നു. അത് വൻ നാശത്തിലേക്ക് പോയിരിക്കുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉച്ചകോടിയിൽ മേഖലയിലെ 10ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 42 വിദ്യാർത്ഥികൾ പങ്കെടുത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷനായി. വരാനിരിക്കുന്ന തലമുറയ്ക്ക് അതിന്റെ ഉപയോഗം ഇല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ അമിത ചൂഷണം കൊണ്ടാകുന്ന ആഘാതങ്ങൾ കൊണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്, പ്രതിവിധികളെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ സമ്മേളിച്ചിട്ടുണ്ട്. പ്രളയ ആഘാതവും പരിഹാരവും പ്രവചിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഡോക്ടർ A. അനീഷ മുഖ്യാതിഥിയായി. കാലാവസ്ഥാ ഗവേഷണത്തിലെ മികവിന് അനീഷയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത ആദരിച്ചു. ഫോസിൽ ഇന്ധനോപയോഗം കുറച്ച് ബദൽ ഊർജ്ജമാർഗങ്ങൾ സ്വീകരിക്കൽ, ഊർജ്ജോൽപാദനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വാഹനപ്പെരുപ്പം കുറയ്ക്കുക, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക, വനവൽക്കരണം ശക്തിപ്പെടുത്തുക തുടങ്ങി വിവിധ വിഷയങ്ങൾ പ്രമേയം ആവശ്യപ്പെട്ടു. UP വിഭാഗത്തിൽ KTM ഹൈസ്കൂളും, ഹൈസ്കൂൾ വിഭാഗത്തിൽ നെല്ലിപ്പുഴ ദാറുന്നജാത്ത സ്കൂളും ബെസ്റ്റ് പെർഫോമിംഗ് സ്കൂളുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുമരംപുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് മികവിനുള്ള പുരസ്കാരം ലഭിച്ചു. പ്രൊഫസർ PM സലാഹുദ്ദീൻ, സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ, P. കുഞ്ഞുമുഹമ്മദ്, മുജീബ് മല്ലിയിൽ, TK സഫ്വാൻ, TT ഫർസീൻ തുടങ്ങിയവർ പങ്കെടുത്തു. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. ട്രഡിഷൻ, ട്രെൻഡിങ്.